തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. കേരളത്തിലെ രണ്ടാമത്തെ ഹജ്ജ് ഹൗസ് മട്ടന്നൂർ വിമാനത്താവളത്തിന്റെ ഭാഗമായ കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിർമ്മിക്കുമെന്ന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇതിനാവശ്യമായ സ്ഥലം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തോടുകൂടി ഹജ്ജ് ഹൗസിന്റെ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി മട്ടന്നൂരിൽ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂർ വിമാനത്താവള പരിസരത്ത് കിയാൽ വീട്ട് നൽകിയ സ്ഥലം സന്ദർശിച്ചത്. അതിനനുസരിച്ച് ഉണ്ടാക്കണം. വേറെ ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ചോയ്സ് കൂടി ഉണ്ടോന്നില്ല. അതെ അതെ, ഉള്ളത് ഐഡിയൽ ഇതാണ്. എല്ലാ റോഡ് കണക്ടിവിറ്റി, എയർപോർട്ടിന്റെ റോഡ് നമ്മൾ തത്വത്തിൽ തീരുമാനിച്ചു. ലാൻഡ് ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളിൽ അതൊക്കെ മന്ത്രിയായിട്ട് സംസാരിച്ചത്. ബജറ്റിൽ ഫണ്ടും വന്നാല് ഇനോഗ്രേഷൻ ഡിലേ ആവുകയാണെങ്കിൽ ഇനി വൈകില്ല. സൗകര്യമാണ്. CM സാർ അല്ല, എന്താ പറയാ, ഈ സാധനം ലാഭകരാക്കണ്ടേ? വിമാനത്താവള ചുറ്റുമതിലിനുള്ളിൽ 3ാം ഗേറ്റിന് സമീപം കുറ്റിക്കരയിലാണ് ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനുള്ള സ്ഥലം കിയാൽ വിട്ടു നൽകിയത്. ഇവിടെ ഹജ്ജ് തീർത്ഥാടകർക്ക് താമസ ഭക്ഷണ സൗകര്യങ്ങൾ, പ്രാർത്ഥനാമുറി, ആരോഗ്യ പരിശോധനാ കേന്ദ്രങ്ങൾ, ശുചിമുറികൾ, പരിപാടികൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ ഹാൾ, ഹജ്ജ് കമ്മിറ്റി ഓഫീസുകൾ തുടങ്ങി ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഹജ്ജ് ഹൗസ് ഒരുക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇവിടേക്ക് വിമാനത്താവളത്തിന് പുറത്തുനിന്ന് അഞ്ചരക്കണ്ടി റോഡ് വഴി നേരിട്ടെത്താനുള്ള സൗകര്യവും കണ്ണൂർ റോഡിൽ നിന്ന് കാനാട് വഴിയും നേരിട്ട് എത്തിച്ചേരാൻ കഴിയും. അടുത്ത സാമ്പത്തിക വർഷത്തോടുകൂടി ഹജ്ജ് ഹൗസിന്റെ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഉംറ തീർത്ഥാടകർക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഹജ്ജ് ഹൗസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതോടെ കണ്ണൂരിൽ നിന്ന് കൂടുതൽ ഉംറ തീർത്ഥാടകരെയും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഹജ്ജ്, ഉംറ തീർത്ഥാടനം ഇല്ലാത്ത സമയം മറ്റുള്ളവർക്ക് ഹജ്ജ് ഹൗസിലെ സൗകര്യങ്ങൾ വാടകയ്ക്ക് നൽകാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇവയെല്ലാം ചേർത്തുകൊണ്ടുള്ള മികച്ച ഒരു ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട്. അതുകൊണ്ട് തന്നെ ധാരാളം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തവണ 4000-ലധികം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്നും ഹജ്ജിന് പോകുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുന്നതോടുകൂടി തന്നെ മറ്റൊരു കാര്യം കൂടി, ഉംറ പാസഞ്ചേഴ്സിന് കൂടി ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ കൂടുതൽ ഉംറ യാത്രക്കാരെ സൗദിയിലേക്ക് അയക്കാൻ നമുക്ക് കഴിയും. ഇതിന് പുറമെ നമ്മുടെ ചുറ്റുപുറത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കാൻ വേണ്ടി ഈ ഹജ്ജും ഉംറയും ഇല്ലാത്ത സമയത്ത് അവർക്കും വാടക കൊടുത്താൽ ഹജ്ജ് കമ്മിറ്റിക്ക് ചെറിയ തോതിലുള്ള വരുമാനം ലഭിക്കും. അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഏറ്റവും നല്ലൊരു ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അത് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ. ധാരാളം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തവണ 4000-ലധികം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്നുണ്ടാകും. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് സർക്കാരിന്റെ തീരുമാനം. കണ്ണൂരിൽ നിന്ന് പോകുന്ന തീർത്ഥാടകർക്ക് വിമാന ടിക്കറ്റ് നിരക്ക് കുറവാണ്. കണ്ണൂരിൽ നിന്ന് 20,000 മുതൽ 25,000 രൂപയുടെ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി പോലുള്ള കമ്പനികളുടെ വലിയ വിമാനങ്ങൾ ഇത്തവണയും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. പിന്നെ കണ്ണൂരിൽ നിന്നുള്ളൊരു പ്രത്യേകത, കണ്ണൂരിൽ നിന്നും പോകുന്ന ഹാജിമാർക്ക് ചാർജ് കുറവുണ്ട് ഇപ്പോൾ. കാരണം വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതുകൊണ്ട് സൗദി പോലുള്ള കമ്പനികൾ ഇവിടുന്ന് കോട്ട് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ യാത്രാ നിരക്കിൽ ഏകദേശം 20,000-25,000 കുറവ് കണ്ണൂരിൽ നിന്നുണ്ടാവും. കെ ശൈലജ MLA, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, കിയാൽ MD ദിനേശ് കുമാർ, ജനപ്രതിനിധികളായ KV മിനി, N ഷാജിദ്, അനിൽകുമാർ, M രതീഷ്, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് റാഫി, OV ജാഫർ, അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി, ഷംസുദ്ദീൻ അരിഞ്ചിറ, PT അക്ബർ, അഷ്കർ കോറാട് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു.
ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയസമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.